നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു പ്രാക്ടീസാണ് ചെയ്യാൻ പോകുന്നത്. നെഗറ്റിവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നല്ലേ പലരുടെയും ആഗ്രഹം. അപ്പോൾ അതിൽ നിന്ന് മാറാനായിട്ട് നല്ലൊരു പോസിറ്റീവ് നിറഞ്ഞൊരു മൈൻഡ് സെറ്റപ്പിലേക്ക് വരാനുള്ള ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ്. ഈ ബുക്കിൽ ഒരു ദിവസം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 28 ദിവസത്തിൽ ഈ 25ാമത്തെ ദിവസം മാത്രം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ എന്നും അത് ചെയ്യുക. അപ്പോൾ നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും. എല്ലാ നന്മകളെയും നമ്മളിലേക്ക് ആകർഷിക്കാനും എല്ലാ നെഗറ്റിവിറ്റിയെയും പോസിറ്റിവിറ്റിയാക്കി മാറ്റാനും സാധിക്കുന്ന നല്ല സൂപ്പർ അടിപൊളി പ്രാക്ടീസാണ്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു കാറ് മേടിക്കണം എന്ന് ആഗ്രഹിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കാറ് നമ്മൾ ആഗ്രഹിച്ചതായിരുന്നു, നമുക്കത് വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അത്ര ആഗ്രഹമുള്ളൊരു കാറ് നമ്മൾ കാണുകയാണ്, നമ്മളെ കൂട്ടുകാരെ കയ്യിൽ കാണുകയാണ്, നമ്മുടെ അയൽപക്കത്ത് കാണുന്നുണ്ട് ആ കാറ്. അങ്ങനെ പലരുടെ കയ്യിലും നമ്മളറിയുന്ന പലരുടെ കയ്യിലും ആ കാറുണ്ട്, അവരത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ ഇത്ര ആഗ്രഹിച്ചിട്ട് എൻ്റെ കയ്യിൽ കിട്ടാത്ത, അവർക്കാണല്ലോ കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരും. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണല്ലോ, അവർക്ക് കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു മനോഭാവമാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതെനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഒരു സിമ്പിളാണ്, ഇത് എൻ്റെ അടുത്തേക്ക് വരും, അവർക്കത് മേടിക്കാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ എന്തായാലും ഈ ലോകത്തുള്ള ആളുകൾക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അത്. നമ്മൾക്കും അപ്പോൾ എന്തുകൊണ്ട് സാധിച്ചുകൂടാ, നമ്മൾക്കും സാധിക്കും. നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കുകയും ചെയ്യും, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടേക്ക് ഇത്രയ്ക്കൊക്കെ നിലയിലേക്ക് എത്തിയതെന്ന് നമുക്ക് ചോദിച്ചറിയുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ താങ്ക് യു പറയാം. നമ്മളടുത്ത് തന്നെ ഈ ഒരു കാറ് മേടിച്ച ഒരാളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവരെങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത്, അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ് ഉയർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുപ്പമുള്ള ആളുകളോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്നും ഇത് ഇപ്പോൾ തന്നെ എൻ്റെ കൈകളിലേക്ക് എത്താനുള്ള ഒരു സൂചനയാണ് എന്നും ആലോചിച്ചുകൊണ്ട് നന്ദി 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 എന്ന് പറയാം. പിന്നെ അങ്ങനെ നമ്മൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ കാണുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദി പറയാം. അവർക്ക് കിട്ടിയതിനും നന്ദി പറയാം, നമ്മൾക്ക് ഇനി കിട്ടാൻ പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എന്ന് ആലോചിച്ചുകൊണ്ടും നന്ദി പറയാം. പിന്നെ നമ്മൾക്കുള്ളൊരു സ്വഭാവമാണ്, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പ്രായത്തിലുള്ള ആളുകളോ അങ്ങനെയൊക്കെ ഒന്ന് മരിച്ചു, ഒരു എക്സാമ്പിൾ പറയുകയാണ്, മരിച്ചു എങ്കിൽ അപ്പോൾ തന്നെ നമ്മൾക്ക് പേടി തോന്നും അല്ലേ, ഇവർക്ക് ഇനിയിപ്പോൾ എനിക്കും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി വരും. നമ്മുടെ പ്രായത്തിലുള്ളതോ അങ്ങനെയുള്ള വയ്യാത്ത ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എന്താ തോന്നും, അയ്യോ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളപ്പോൾ അവിടെ നിന്നിട്ട് താങ്ക് യു പറയണം. ദൈവമേ എനിക്ക് ഇങ്ങനെയൊന്നുമില്ലല്ലോ, എനിക്ക് സുഖമായി നല്ല ആരോഗ്യമുണ്ടല്ലോ എന്നാലോചിച്ചിട്ട് താങ്ക് യു പറയാനായിട്ട് ശീലിക്കണം. ഇത് ഒരു ക്രൂരത നിറഞ്ഞ ചിന്തയാണെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു നന്മയെ ആലോചിച്ചിട്ട്, ആ ബ്ലെസ്സിങ്ങിനെ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ നന്ദി പറയുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് ഇത് സംഭവിച്ചല്ലോ ഇനിയും എനിക്ക് വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത്, നമ്മുടെ ഉള്ളിലാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആ ഹാപ്പി ഹോർമോൺസിൻ്റെ ഒക്കെ പ്രവർത്തനം ഇല്ലാതായിട്ട് സ്ട്രെസ് ഹോർമോൺസ് വന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നന്മയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റുക. എവിടേക്കാണോ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ആ ഭാഗമാണ് വലുതാവുക, ആ ഭാഗമാണ് വികസിച്ച് വരിക എന്നുള്ള ആ പ്രാപഞ്ചിക തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് എവിടെ എങ്ങനെയുള്ള നെഗറ്റിവിറ്റി കണ്ടാലും അതിൻ്റെ ഉള്ളിലൊരു പോസിറ്റിവിറ്റി കണ്ട് നമ്മൾ നന്ദി പറയാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റിവിറ്റീനെ പോസിറ്റിവിറ്റി ആക്കിയിട്ട് മാറ്റേണ്ടത്. ഈ രീതിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരോട് നല്ലത് വരുമ്പോൾ അസൂയപ്പെടാതെ, അവർക്കത് കിട്ടിയല്ലോ അവർക്കത് ആകാമെങ്കിൽ നമുക്കും ആകാവുന്നതുള്ളൂ അല്ലേ. ഈ ലോകത്ത് ഒരാൾക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളും അതേപോലെ പ്രവർത്തിച്ചാൽ നമുക്കും അത് കിട്ടാവുന്നതേ ഉള്ളൂ. ആ ഒരു രീതിക്ക് നമുക്ക് ചിന്തിച്ച് നന്ദി പറയാമല്ലോ. ഇതാർക്കും സ്വായത്തമാക്കാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല, എല്ലാ മനുഷ്യർക്കും സാധിക്കാവുന്നതുള്ളൂ എന്ന് ആക്കിയിട്ട് നമ്മൾ നന്ദി പറയാം. മറ്റുള്ളവരിൽ ഒരു ദുരിതം കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അയ്യോ എന്നെ ദൈവം ഇങ്ങനെയൊന്നും ആക്കിയില്ലല്ലോ, അതിന് ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു എന്ന് പറയാം. അങ്ങനെയാണ് നെഗറ്റിവിറ്റിയെ നമ്മൾ പോസിറ്റിവിറ്റിയാക്കി മാറ്റേണ്ടത്. ഈ പ്രാക്ടീസ് എന്നും എപ്പോഴും ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.